എല്ലാവർക്കും ഉണ്ട്, ഒപ്പുണ്ട് കേട്ടോ. ഇത് സ്ത്രീകളെന്നും പ്രായമായവരെന്നും ഒരു വ്യത്യാസമില്ലാതെയാണ് പോലീസ് പ്രവർത്തിച്ചിട്ടുള്ളത്. നമസ്കാരം. പെരുമ്പാവൂർ മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് പി രാജീവ് എന്ന മുൻ മന്ത്രി ഈ കള്ളക്കണ്ണീരും കാപട്യവുമായി ഇറങ്ങിയിരിക്കുന്നത്. സ്ത്രീകളെന്നും കുഞ്ഞുങ്ങളെന്നും നോക്കാതെ പോലീസ് തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയായിരുന്നു? പതിറ്റാണ്ടുകളോളം കോടതിയിൽ നിലനിന്ന കേസിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവിനെ തുടർന്നായിരുന്നു ഈ നടപടി. സുപ്രീം കോടതിയുടെ ഉത്തരവും പ്രകാരം സ്ഥലം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവുമായിട്ടാണ് ജീവനക്കാർ അവിടെ ചെന്നത്. ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി ചെണ്ടകൊട്ട് ഉയർന്നപ്പോഴേക്കും സ്ഥലവാസികൾ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടി. അതോടെ സംരക്ഷണം കൊടുക്കാൻ വന്ന പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമായി. ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MLA എവിടെ പോയി എന്നൊരു ചോദ്യം ഉയർന്നേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നലെ MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസമാണ്. ഇതൊന്നും നോക്കിയല്ല കോടതികൾ കേസ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ പി രാജീവ് അവിടെ ഓടിയെത്തി. കളമശ്ശേരിയിലെ തോറ്റ MLA-ആണ് പി രാജീവ്. ഇഷ്ടംപോലെ സമയമുണ്ട്. മലയിടം തുരുത്തിലെ പാവങ്ങളോട് എന്തൊരു സഹാനുഭൂതിയാണെന്ന് നോക്കൂ പി രാജീവിന്. ആ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഈ നാട് 10 വർഷം തുടർച്ചയായി ഭരിച്ചത് പിണറായി വിജയനാണെന്ന് ആലോചിക്കണം. ഇവിടെ പുറമ്പോക്ക് ഭൂമി അളന്നു തിട്ടപ്പെടുത്തുന്ന നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ടെന്നും അത് പൂർത്തിയാകുന്നതുവരെ പോലീസ് കാത്തു നിൽക്കണമെന്നുമാണ് പി രാജീവും CPM നേതാക്കളും പറയുന്നത്. ഇതിനു മുമ്പ് 14 തവണ പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവുമായി ആമീനും സംഘവും നടപടിക്കായി ചെന്നു. അപ്പോഴെല്ലാം CPM-കാർ പോലീസിനെ വിരട്ടി നിർത്തി. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ അവർ സമ്മതിച്ചില്ല. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാനുള്ള ഒരു ചിന്ത ഒരു കാലത്തും CPM-നോ സർക്കാരിനോ ഉണ്ടായിരുന്നില്ല. പാവങ്ങളോട് കരുണയുള്ള സർക്കാരായിരുന്നു ഇതെങ്കിൽ 30 ഏക്കർ വസ്തു 4 ചങ്ങല വലിച്ചളക്കാൻ എത്ര ദിവസം വേണം? ഇവിടുത്തെ പാവങ്ങളെ കുടിയൊഴിപ്പിക്കാൻ കോടതി ഉത്തരവുമായി പോലീസ് വരുമ്പോൾ നാളേക്കുള്ള തങ്ങളുടെ സമരമുഖമായിട്ടാണ് ഇവർ എല്ലാ കാലത്തും ഈ പ്രദേശത്തെ കണ്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് ഈ ഭൂമിയിൽ CPM മന്ത്രിമാർ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഭരണം മാറി UDF അധികാരത്തിൽ വന്നതോടെ എന്തൊരു ഉഷാറായിട്ടാണ് ഇവർ പാവങ്ങളെ കരുതാൻ ഇറങ്ങിയിരിക്കുന്നത്. പാവം പിടിച്ചവൻ്റെ ചോരയും നീരും ഊറ്റി വോട്ടും വാങ്ങി എങ്ങനെയെങ്കിലും അവരെ കബളിപ്പിച്ച ചരിത്രമേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുള്ളൂ. പാവം സ്ത്രീകളോടും വൃദ്ധരോടും കുഞ്ഞുങ്ങളോടുമൊക്കെ പോലീസ് കാണിച്ച നെറുകേടിനെ പറ്റി പറഞ്ഞ് പി രാജീവ് സങ്കടം തൂകുമ്പോൾ പഴയ കഥകളൊന്നും ആരും മറന്നിട്ടില്ല സഖാവേ. കേരളിൻ്റെ മഞ്ഞക്കുറ്റികളുമായി ഉദ്യോഗസ്ഥർക്കൊപ്പം കമ്മികളും അന്തങ്ങളും പോലീസും ഈ നാട് മുഴുവൻ പാവങ്ങളെ വേട്ടയാടിയത് നമ്മൾ കണ്ടതല്ലേ? പാവങ്ങളുടെ കൂരയിൽ വെന്തുകൊണ്ടിരുന്ന കഞ്ഞിക്കലം എടുത്തെറിഞ്ഞ് അടുപ്പുകല്ലുകൾ നീക്കിയല്ലേ നിങ്ങളെന്ന് മഞ്ഞക്കുറ്റി സ്ഥാപിച്ചത്? എതിർത്ത സ്ത്രീകളെയും കുട്ടികളെയും പാവങ്ങളെയും എത്രമാത്രം മൃഗീയമായി പോലീസ് തല്ലിച്ചതച്ചു. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അമ്മമാരെ വലിച്ചിഴച്ചു. അന്ന് നിങ്ങൾ എത്ര ആനന്ദത്തോടെയാണ് ആ കാഴ്ചകളൊക്കെ കണ്ടു നിന്നത്? അന്ന് ആ നിരാലംബരുടെ നിലവിളികൾ നിങ്ങൾക്ക് ദേവസംഗീതമായിരുന്നല്ലോ. സജി ചെറിയാൻ ഒരു ചട്ടമ്പിയെപ്പോലെ ഒരു സ്ത്രീയുടെ വീടിനുള്ളിൽ കയറി കല്ലിടുന്ന രംഗവും നമ്മൾ കണ്ടു. നിങ്ങൾക്ക് ഞാൻ വീട് വേറെ വെച്ച് തരാം എന്നായിരുന്നു അന്നത്തെ വാഗ്ദാനം. സർക്കാർ നാട്ടുകാരോട് കാണിച്ച പകവീട്ടലിൻ്റെ ഭാഗമായി ഏതാണ്ട് 3000 ഏക്കറോളം വസ്തുവിൻ്റെ കൊടുക്കൽ വാങ്ങലുകളും കടമെടുപ്പും എല്ലാം നിരോധിച്ചു. വസ്തു പണയപ്പെടുത്തി മക്കളെ കെട്ടിച്ചയക്കാൻ കാത്തിരുന്നവർ നിരാശരായി. വിൽക്കാനോ പണയം വെച്ച് ലോൺ എടുക്കാനോ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെയായിരുന്നു സർക്കാരിൻ്റെ അന്നത്തെ വിജ്ഞാപനം. യാതൊരു പഠനവും നടത്താതെ പാവങ്ങളെ കുടിയിറക്കാനുള്ള പദ്ധതിയായിരുന്നു കേരയിൽ എന്നോർക്കണം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം പിണറായി വിജയൻ കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞത് ഈ പാവങ്ങളുടെ നെഞ്ചത്ത് ചവിട്ട് നിന്നുകൊണ്ടാണ്. മുകളിൽ കേരയിൽ, താഴത്തെ നില മെട്രോ, അതിനും കീഴേ നില വാട്ടർ മെട്രോ. ഇപ്പോൾ കേരയിലുമില്ല, K-ഫോണുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ പോയി കുത്തിയിരിക്കുകയാണ് പാവം ഇരുമ്പ് കസേരയിൽ. പണ്ടൊക്കെ കുഷ്യനുള്ള പ്രത്യേകതരം സീറ്റിൽ ഇരുത്തിയാണ് പിണറായി വിജയന് ചുറ്റും പോലീസുകാർ കാവൽ നിന്നത് റെയിൽവേ സ്റ്റേഷനിൽ. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശബരിമല വിഷയത്തിൽ എന്തൊരു ഉഷാറായിരുന്നു നിങ്ങൾക്ക്. ഇപ്പോഴെന്താ സുപ്രീം കോടതി എന്ന് കേൾക്കുമ്പോൾ ഒരു പുച്ഛം. മുൻപ് 14 തവണ ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവുമായി ആമീൻ വന്നപ്പോൾ അവരെ തടഞ്ഞ് തിരിച്ചയച്ചപ്പോഴും നിങ്ങൾക്കറിയാം ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഇതല്ലെന്നും ഒരു നാൾ ഇത് പോലീസ് നടപടിയിൽ അവസാനിക്കുമെന്നും. എന്തുകൊണ്ടാണ് ഈ പാവങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഒരു നടപടിയും ഇല്ലാതെ പോയത്? എവിടെയെങ്കിലും പുറമ്പോക്ക് ഭൂമി കണ്ടുപിടിച്ച് ഈ പാവങ്ങൾക്ക് പതിച്ചു കൊടുക്കണമായിരുന്നു നിങ്ങൾ. അതിനുള്ള നടപടികൾ ഞങ്ങൾ നടത്തി വരികയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. പതുക്കെ മതിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചത് ആരാണ് സഖാക്കളെ? ഇപ്പോൾ പാർട്ടി പ്രതിപക്ഷത്താണല്ലോ. എവിടെ പുര കത്തുന്നോ അവിടെ വാഴ വെട്ടാൻ ഞങ്ങൾ ഇറങ്ങും.
പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സ്ഥലത്തെത്തിയ ശ്രീനിജൻ എന്നൊരു മുൻ MLA ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തിളപ്പ് കണ്ടപ്പോൾ ജനക്കൂട്ടം കൂവി വിട്ടു. 10 വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് അയാൾക്ക് ഉത്തരമുണ്ടായില്ല. അധികാരം കിട്ടി രണ്ടാമത്തെ ദിവസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. സാറേ, ഈ അധികാരം കിട്ടുന്നതിന് 10 വർഷം നിങ്ങൾ ഭരിച്ചവരാണ്. പാവപ്പെട്ടവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ഇപ്പോൾ തോറ്റു തുന്നമ്പാടി വീട്ടിലിരിക്കുകയാണ് ആ പ്രതാപിയും. സുപ്രീം കോടതി വരെ കേസ് നടത്താൻ ആ പാവങ്ങൾക്ക് കഴിഞ്ഞില്ലത്രേ. ഈ ശ്രീനിജൻ ഹൈക്കോടതിയിലെ മുന്തിയ വക്കീലാണല്ലോ. നിങ്ങൾക്ക് കഴിയില്ലേ സുപ്രീം കോടതി വരെ പോയി ഈ പാവങ്ങൾക്ക് വേണ്ടി കേസ് നടത്താൻ? കള്ളക്കേസ് കൊടുക്കാൻ നിങ്ങൾ പലയിടത്തും പോയിട്ടുണ്ടല്ലോ. എന്തൊരു ഉഷാറായിരുന്നു അന്ന്. ഇന്നലെ പോലീസിനെ നടപടിയിൽ നിന്നും പിന്തിരിപ്പിച്ചത് ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ടാണ് എന്നറിയുന്നു. ഒരുപക്ഷെ പിണറായി വിജയനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ഇന്നലത്തെ നടപടി? സമരക്കാരുടെ തല തല്ലിപ്പറിച്ചാൽ പോലും അത് രക്ഷാപ്രവർത്തനമായി അദ്ദേഹം പറയും. ഇനി നാടാകെ നനഞ്ഞിടം കുഴിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇറങ്ങുകയായി. മലയിടം തുരുത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്ന് സമരം മൂപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്തായാലും പാവങ്ങളെ വലിപ്പിച്ച് മഞ്ഞക്കുറ്റിയിട്ടതെല്ലാം വലിച്ചൂരി ജനം തോട്ടിലെറിയുകയാണ്. ഞങ്ങളിട്ട മഞ്ഞക്കുറ്റി പിഴുതാൽ അണപ്പല്ലടിച്ചിളക്കുമെന്നായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത്. ഇപ്പോൾ നേതാക്കളുടെ അണപ്പല്ല് പറിക്കുന്നത് പോലെയാണ് മഞ്ഞക്കുറ്റി ജനം വലിച്ചൂരി തോട്ടിലും ആറ്റിലും എറിയുന്നത്. 1-2 72 കോടി രൂപയാണ് മഞ്ഞക്കുറ്റിയിട്ട വകയിൽ പിണറായി സർക്കാർ തിന്നത്. ആനപ്പുറത്തിരിക്കുമ്പോഴൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പാവങ്ങളുടെ സങ്കടം പ്രശ്നമല്ല. അപ്പോഴവർ പോലീസിനെ ഗുണ്ടകളാക്കി ആരുടെയും തല തല്ലിപ്പറിക്കും. അധികാരം കയ്യിൽ നിന്ന് പോകുമ്പോൾ നാട്ടുകാരെ ഇളക്കാനായി ഇറങ്ങുന്നത് പതിവ് പരിപാടിയാണ്. എന്തിനേറെ ജിഷ്ണു പ്രണോയിയുടെ അവസ്ഥ അറിയില്ലേ? മകനെ സ്വാശ്രയ കോളേജ് മാനേജ്മെന്റിലെ ഗുണ്ടകൾ കൊന്നതിന് പിണറായിയോട് പരാതി പറയാൻ ചെന്ന മഹിജ എന്ന സ്ത്രീയെയും അവരുടെ ബന്ധുക്കളെയും പോലീസ് അതിക്രൂരമായി നടു റോഡിൽ വലിച്ചിഴച്ചതും കേസെടുത്തതും നമ്മൾ കണ്ടതാണ്. ആ സമരം കണ്ടുനിന്ന കുറ്റത്തിനാണ് KM ഷാജഹാനെയും ആ തോക്ക് സ്വാമിയെയും വരെ കസ്റ്റഡിയിലെടുത്തതും 8 ദിവസം അകത്തിട്ടതും. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട ആശാ സമരക്കാർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ 256 ദിവസമാണ് സമരം നടത്തിയത്. ഈ രാജീവ് ഒന്നും വന്ന് കരുണാമയൻ്റെ കുപ്പായവും അണിഞ്ഞ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. സമരക്കാരെ എത്രമാത്രം ഇവർ ഉപദ്രവിച്ചു. അവരുടെ സമരപ്പന്തൽ പോലീസിനെ കൊണ്ട് തല്ലിത്തകർത്തു. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ സമരം ചെയ്യുന്നവരെല്ലാം തീവ്രവാദികളാണ്. അവർ പാട്ടകിലുക്കികളും വർഗവഞ്ചകരും സർക്കാർ വിരുദ്ധരുമാണ്. പാർട്ടി ഭരണത്തിലില്ലാത്തപ്പോഴൊക്കെ സമരം ചെയ്യുന്നവർ നല്ലവരായ നാട്ടുകാരാണ്. സമരങ്ങൾ അപ്പോൾ സഖാക്കൾക്ക് പുളകങ്ങളാണ്. നിലവിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന സ്ത്രീകളോട് രാജീവ് ഗദ്ഗതകണ്ഠനായി പറയുന്നത് ഒപ്പമുണ്ട് കേട്ടോ എന്നാണ്. MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ പാവങ്ങളെ തല്ലിച്ചതയ്ക്കാൻ ഉടനടി ഉത്തരവിട്ട രീതിയിലാണ് ഈ സഖാക്കൾ പറഞ്ഞു വരുത്തുന്നത്. 10 വർഷം മകൾക്കും മരുമോനും വേണ്ടി ഭരിച്ചിട്ട് ഈ പാവങ്ങളെ കാണാത്ത പുള്ളിയാണ് കാരണഭൂതൻ. പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് മറ്റൊരു ഉഡായിപ്പുമായി ഇറങ്ങിയിരുന്നു. CM വിത്ത് മീ. മുഖ്യമന്ത്രി എപ്പോഴും പാവങ്ങൾക്കൊപ്പമുണ്ട്. എന്തുകൊണ്ടാണ് അന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു സഖാവും അവർക്ക് വേണ്ടി ഒരു അപേക്ഷ എഴുതി കൊടുക്കാതിരുന്നത്? അപ്പോൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു കോടതിയിൽ നിലവിലുള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും ഒത്തുതീർപ്പില്ലെന്ന്. ഇറങ്ങിപ്പോയ ഒരു മരപ്പാവയുടെ സ്ഥാനത്ത് ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നതാണ് ഇപ്പോൾ കമ്മികളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നത്. പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷോട് സ്വന്തം മകൻ തന്നെ പറഞ്ഞത് അച്ഛൻ പോയി കണ്ണാടി നോക്കണമെന്നാണ്. ഇന്നലെ കള്ളക്കണ്ണീരുമായി വന്ന P രാജീവും ശ്രീനിജനുമൊക്കെ ശരിക്കും കണ്ണാടി നോക്കണം. നിങ്ങൾ പാവങ്ങളുടെ രക്ഷകരാണോ അതോ അവരെ പിടുങ്ങിയും ചാറൂറ്റിയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊളിറ്റിക്കൽ മാഫിയ ആണോ എന്ന് അപ്പോൾ സ്വയം തിരിച്ചറിയാം. ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് 7ഓളം കുടുംബങ്ങൾ കൊടുത്ത ഹർജി 2024 തന്നെ തള്ളിയതാണ്. കാരണം ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന യാതൊരു രേഖയും ഇവരുടെ കയ്യിലില്ല. അതിദാരിദ്ര്യം തുടയ്ക്കാൻ എന്തൊരു വെപ്രാളമായിരുന്നു കഴിഞ്ഞ സർക്കാരിന്. ഇങ്ങനെ ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരുമൊക്കെ നാട്ടിൽ ഒരുപാടുണ്ടെന്ന അറിവ് നിങ്ങൾക്കെന്താ ഉണ്ടായില്ലേ? കഴിഞ്ഞ മാർച്ച് 19 ഈ ഭൂമി ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല. 14 തവണയാണ് സുപ്രീം കോടതി ഉത്തരവുമായി മുൻസിഫ് കോടതിയിൽ നിന്നും ഉദ്യോഗസ്ഥർ ഈ ഭൂമിയിലെത്തിയത്. അപ്പോഴൊക്കെ പോലീസിനെ വിരട്ടിയോടിക്കാൻ സഖാക്കൾക്ക് കഴിഞ്ഞു. പക്ഷേ ശാശ്വതമായി ഈ പ്രശ്നത്തിന് പരിഹാരമില്ലെന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകാതെ പോയി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. കണ്ണും പൂട്ടി നിങ്ങളെ വിശ്വസിക്കുന്ന പാവം പട്ടികജാതിക്കാരെ പിഴിഞ്ഞ് എങ്ങനെയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം.
അവരെന്നും നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാവകൾ മാത്രമാണ്. സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് നടപ്പാക്കാതെ യാതൊരു രക്ഷയുമില്ല. ഏത് സർക്കാർ വന്നാലും ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയും DGPയും സുപ്രീം കോടതിയുടെ മുമ്പിൽ ചെന്ന് മുട്ടിടിച്ച് നിൽക്കേണ്ടി വരും. ഈ വിഷയം പുതിയ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുമെന്നും പരിഹാരമുണ്ടാകുമെന്നും നമുക്ക് വിശ്വസിക്കാം.